ഹലോ, വെൽക്കം ടു മൈ മദീന വ്ളോഗ്. സുബഹിൻ്റെ മുന്നെയാണ് നമ്മൾ മദീന പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫ്രൈഡേ ആണ് പോകുന്നത്. അപ്പോൾ ജുമക്ക് അവിടെ എത്താന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സുബഹിൻ്റെ മുന്നേ തന്നെ ഇറങ്ങിയത്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും, അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഞാൻ മദീനത്തേക്ക് പോയിട്ടുണ്ടായിരുന്നതൊക്കെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വ്യൂ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് ബസ്സിലും ആയിരിക്കും, പിന്നെ രാത്രി ആയിരിക്കും. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ പകൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മദീനത്ത് എത്തി. ജുമക്ക് നമ്മൾ മദീനത്ത് എത്തി കേട്ടോ. കുറച്ചും കൂടെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് പള്ളിയിൽ സ്ഥലം കിട്ടി. മക്കളെയും കൊണ്ടായതുകൊണ്ട് തന്നെ തിരക്കിനിടയിലൊക്കെ പെട്ടുപോകുന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ എന്ന് പറയണത് ഞാൻ അവിടെയും ഇവിടെയും ഷൂട്ട് ചെയ്തതാട്ടോ. ശരിക്കും കറക്റ്റായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം നമുക്ക് അവിടെ എത്തിയ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. നമ്മൾ സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് സുഖമായിരിക്കും, ഒരുപാട് നടക്കേണ്ട ആവശ്യം വരും. പാർക്കിംഗ് വരുന്നത് അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ബാത്റൂമിന്റെ സൈഡിൽ എത്തിക്കിട്ടിയാൽ മതിയാവും. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉഹുദിലേക്ക് പോകട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത് സിയാറത്തിന് വേണ്ടിയിട്ട്. ഉഹുദ് പോയിട്ട് അവിടെ മസ്ജിദിൽ കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഉഹുദ് ശുഹദാക്കളുടെ മക്ബറ സിയാറത്ത് ചെയ്തു. മിഅ്റാജ് രാവും അതുപോലെ തന്നെ ഫ്രൈഡേയും ഒരുമിച്ചായതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ മദീനത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റൗള കിട്ടണം എന്നുണ്ടെങ്കിൽ നുസ്ക ആപ്പിൽ എന്തായാലും അപ്പോയിൻമെൻറ്റ് എടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, നമുക്ക് നുസ്ക ആപ്പിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് റൗള കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഉഹുദ് സിയാറത്തിന് ശേഷം പിന്നെ നമ്മൾ മസ്ജിദുൽ ഖുബയിലാണ് പോയിട്ടുണ്ടായിരുന്നത് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. മസ്ജിദുൽ ഖുബയിൽ പോയി മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇശാഇന് വേണ്ടിയിട്ട് മസ്ജിദ് നബവിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി എന്തായാലും മദീന വ്ളോഗ് പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ.